ഹലോ കൂട്ടുകാരെ, നമ്മളിന്നൊരു സ്പെഷ്യൽ പനീർ കറിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നും നമുക്ക് നോക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാല 1/4 ടേബിൾ സ്പൂൺ ആണ്, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ, ഷ്രെഡഡ് കോക്കനട്ട് 1/4 കപ്പ്, കശുവണ്ടി കാഷ്യൂ നട്ട്സ് 5-6 എണ്ണം, ബേ ലീവ്സ് 1 എണ്ണം, ക്ലോവ്സ് 2 എണ്ണം, ഗ്രാമ്പു 2 എണ്ണം, സവോള 1 എണ്ണം, തക്കാളി 1 എണ്ണം, അതുപോലെ ആവശ്യത്തിന് കരിവേപ്പിലയും പച്ചമുളകും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ജിഞ്ചർ പേസ്റ്റും അതുപോലെ ഗാർലിക് പേസ്റ്റും നമ്മൾ 1/2 ടേബിൾ സ്പൂൺ വീതം ഇവിടെ എടുക്കുന്നുണ്ട്. പനീർ 200 ഗ്രാംസ് ആണ് നമ്മളിവിടെ എടുക്കുന്നത്. ഇത് വീട്ടിലുണ്ടാക്കിയെടുത്ത പനീറാണ്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾ പോയി കാണുക. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടതെന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. തൈര് 1/2 കപ്പ് എടുക്കുന്നുണ്ട്. അതുപോലെ ആവശ്യത്തിന് എണ്ണയും ഉപ്പും നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ കുക്കിങ്ങിലേക്ക് കിടക്കാം. ഏറ്റവും ആദ്യം പാൻ ചൂടാകാൻ വെക്കുക. ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ നമുക്കിവിടെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന പനീർ പെട്ടെന്നൊന്ന് വറുത്തെടുക്കാം. ഇതുപോലെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്കിതെടുത്ത് മാറ്റി വെക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബേ ലീവ്സും ഗ്രാമ്പും അതുപോലെ ഏലക്കായും ആ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് ഇളക്കിയെടുക്കാം. ഒരു 1-2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമുക്ക് സവോള ഇപ്പം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് കുറച്ച് നേരം നന്നായിട്ടൊന്ന് ഇളകാം. ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കിന് എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നേരം ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്കിവിടെ പച്ചമുളകും കരിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഓരോ പൊടി വർഗ്ഗങ്ങൾ ഓരോന്നോരോന്നായിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി നമുക്ക് മുളക് പൊടി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇവിടെ നമ്മൾ മല്ലിപ്പൊടിയാണ് ഇനിയും അടുത്തത് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഗരം മസാലയും കൂടെ ആഡ് ചെയ്യാം. ഇതെല്ലാം ആഡ് ചെയ്ത് കുറച്ച് നേരം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ഒരു പേസ്റ്റാക്കി ഇതുപോലെ റെഡിയാക്കിയെടുക്കാം. അതിനുശേഷം അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ഇളക്കിയെടുക്കുക. ഇത് കുറച്ച് നേരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങായും അതുപോലെ കശുവണ്ടിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊരു പേസ്റ്റാക്കി എടുത്ത് ഈ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ചാറിനായിട്ട് ഒഴിച്ചു കൊടുക്കുമ്പം ശ്രദ്ധിക്കുക, ഇത് ചെറു ചൂട് വെള്ളമായിരിക്കണം. അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് നേരം മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് തൈര് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് നമ്മുടെ പനീർ നേരത്തെ റെഡിയായിരിപ്പുണ്ട്. ഇനി നമുക്ക് പനീറും കൂടി ആഡ് ചെയ്യാം. പനീറും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സൂക്ഷിച്ച് പയ്യെ കുറച്ച് നേരം ഒന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം ഈ കറിക്കകത്തൊരു 10 മിനിറ്റ് ഇതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഈ ഒരു പനീർ കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും വലിയൊരു നന്ദി.